ഇന്ന് നമുക്ക് ഇത്തിരി ചിപ്പി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ഒഴിച്ചു. നമുക്ക് അതിനകത്തേക്ക് കടുകിടാം. കടുകിട്ടു. നിങ്ങളെ കാണിക്കുന്നത് ഞാൻ വേറൊരു സാധനം കൂടെ ഇട്ടു. ഇച്ചിരി ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ നന്നായിട്ട് തൊലി ഉരിഞ്ഞ് എന്നിട്ട് അരിഞ്ഞെടുത്തില്ല അതിടാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി സവോള നമ്മൾ കൃഷി ചെയ്ത് വെച്ചില്ലേ അതിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇതോടൊപ്പം 2 മുളക് കീറിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കാം. അതിലേക്ക് നമുക്ക് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ടേസ്റ്റ് മേക്കർ മല്ലിപ്പൊടി, ഇച്ചിരി ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് പൊടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. എനിക്കിവിടെ ഇല്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കൂണ് കറിക്കകത്തേക്ക് ഇടുക. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് ഈ കൂണ്. വിഷമില്ലാത്തതാണ്. ഇതൊരു വീട്ടിൽ അവർ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അവർ വിഷമൊന്നും ഇവരടിക്കുന്നില്ല. ഞാൻ അവരോട് മേടിച്ചതാട്ടോ 75 രൂപയ്ക്ക്. എന്നിട്ട് നമ്മൾ ഇച്ചിരി പൊടിക്ക് 2 ജീരകം കൂടി ഇട്ടിട്ടുണ്ട്, ചെറുജീരകം ഇട്ടേ. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് 10 മിനിറ്റ് നേരം വേവിക്കുക.